ലോ അക്കാദമിയുടെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് ഇനി ലക്ഷ്മി നായർ ഉണ്ടാകരുത്. അങ്ങനെ ഒരു ഉറപ്പ് മാനേജ്മെന്റിൽ നിന്ന് വാങ്ങി നൽകാൻ സർക്കാർ തയ്യാറാകണം. ഇതായിരുന്നു വിദ്യാർത്ഥികളുടെ ആവശ്യം. എന്നാൽ SFIയുമായി മാനേജ്മെന്റ് ഉണ്ടാക്കിയ കരാർ അംഗീകരിക്കണമെന്ന് മാത്രമാണ് വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടതെന്ന് ചർച്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. ഈ ചർച്ചയിൽ പുതിയതായിട്ട് ഒന്നും സംഭവിച്ചില്ല. SFIയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാനേജ്മെന്റ് എന്താണോ വെച്ചത് അത് മാനേജ്മെന്റ് വായിക്കുകയും ഇതിനോട് ചേർന്ന് ഞങ്ങൾ പോകണമെന്നുമാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി മാനേജ്മെന്റിനോട് ഈ കാര്യം ആവശ്യപ്പെടാൻ പറഞ്ഞപ്പോൾ ഒരിക്കലും അതിന് മന്ത്രി തയ്യാറായില്ല. 5 വർഷത്തേക്ക് എന്നുള്ള കാര്യം അംഗീകരിക്കില്ല. പ്രിൻസിപ്പലിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തണം വരെ ഞങ്ങൾ ശക്തമായി സമരം തുടരും. വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ച അക്ഷരാർത്ഥത്തിൽ പ്രകസനമായിരുന്നു. ആ ചർച്ചയിൽ മന്ത്രി വന്നത് മാനേജ്മെന്റിന്റെ ഒരു അഡ്വക്കേറ്റിനെ പോലെയായിരുന്നു. പുതിയ പ്രിൻസിപ്പാലിനെ നിയമിക്കാമെന്ന സർക്കാർ നിർദ്ദേശം മാനേജ്മെന്റ് അംഗീകരിച്ചെന്നും ഇത് മുഖവിലക്കെടുത്ത് സമരം അവസാനിപ്പിക്കണമെന്നുമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട്. ലോ അക്കാദമിയിൽ അവരാരോപിച്ചെന്ന പ്രിൻസിപ്പൽ അവിടെ ഇല്ല. പുതിയ പ്രിൻസിപ്പൽ വരുന്നു, മാനേജ്മെന്റ് അത് അംഗീകരിക്കുകയും ചെയ്യും. പക്ഷേ അപ്പോഴും പല വിദ്യാർത്ഥി സംഘടനകളും രാജി തന്നെ വേണം എന്നുള്ള നിലയ്ക്കാണ് നിൽക്കുന്നത്. സമരം തുടരുമെന്ന് വിദ്യാർത്ഥികളും തിങ്കളാഴ്ച മുതൽ ക്ലാസ് ആരംഭിക്കുമെന്ന് മാനേജ്മെന്റും വ്യക്തമാക്കിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.